നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 3 ഇടത്തായി 23-കാരൻ അഫാൻ നടത്തിയ കൊലപാതക പരമ്പര. സ്വന്തം ബന്ധുക്കളെയും കാമുകിയെയും കൊലപ്പെടുത്തിയ അഫാന്റെ പിന്നിലെ കാരണം എന്ത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. ഏതോ ഒരു കാര്യം അഫാന്റെ മനസ്സിൽ കടന്നുകൂടിയെന്നും അതുമൂലം തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നുമാണ് ഏവരും വിശ്വസിക്കുന്നത്. നാട്ടിലും വീട്ടിലുമൊക്കെ ഏവർക്കും പ്രിയപ്പെട്ടവൻ. എങ്ങനെയാണ് ഈ കൊടും ക്രൂരകൃത്യത്തിന് നരഹത്യ നടത്താനായി അഫാൻ തയ്യാറായത്? അഫാനെ നേരിട്ടറിയാവുന്ന, ഏറെ സ്നേഹമുള്ള ഒരു കുട്ടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ വീട്ടുജോലിക്കാരി മലയാളി വാർത്തയോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. എങ്ങനെയായിരുന്നു അഫാൻ ഇതിനു മുൻപ്? അഫാനെ ഇതിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് വീട്ടുജോലിക്കാരി കൂടിയായിട്ടുള്ള പരിസരവാസിയായ സ്ത്രീ. ഞാൻ ഒരു 3-4 വർഷം കൊണ്ട് അവിടെ ഡെയിലി അല്ല, പോയി വന്നുള്ള ജോലിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിലൊരിക്കൽ അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ, ഞാനേ പോവുകയുള്ളൂ. പക്ഷേ എന്താ പറയുക, അവൾ ഒരു പാവം കൊച്ചാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളെക്കാൾ എനിക്ക് സ്നേഹം ആ പിള്ളേരൂടെയാണ്. എന്നുവെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എൻ്റെ മാമിയെന്നല്ലാതെ വേറെ ഒന്നും വിളിക്കത്തില്ല. എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ മകൻ പോലും എന്നെ ഇത്രയും ഇതായിട്ട് നോക്കുക, കാര്യം പറയുക ചെയ്യില്ല. പക്ഷെ ആ കൊച്ചങ്ങനെയാണ്. അവരെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആ പിള്ളേരോടൊന്നും ഉണ്ടെന്ന് പോലും അറിയില്ല. പക്ഷെ അവളെന്ന് വെച്ചാൽ അതിനേക്കാളൊരു പാവം ഒരു പെണ്ണാണ്. പക്ഷേ ഈ കൊച്ചി എന്തിനും ഇങ്ങനെ ചെയ്തതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇന്നലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മരണം നടന്നു. എൻ്റെ അയച്ചിര ഭർത്താവ് മരിച്ചു. അങ്ങനെ ആ മരണം കഴിഞ്ഞ് ഞാൻ 7 മണിക്ക് വീട്ടിൽ പോകുമ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയണം. എനിക്ക് അപ്പോഴത്തൊട്ടേ എന്താ പറയാ, എനിക്ക് എന്തോ പോലെയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലില്ല, കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ അവൻ ഒരു പക്വതയാണ്, വീട്ടിൽ സൈലൻ്റാണ്, അലക്കുകയോ ബഹളം വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ അങ്ങനെ ഒന്ന് ഉപയോഗിക്കുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. പക്ഷെ പാവമാണ് അവൻ, അങ്ങനെയുള്ളൊരു ചെറുക്കനല്ല. അത് സാമ്പത്തികത്തിൽ കുറവാണ്, അങ്ങനെയൊക്കെ കുറവാണ്. ഒറ്റയ്ക്കാണ് ബൈക്കിൽ പോവുകയും വരികയൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഈ വെഞ്ഞാറമൂട് മരുതമൂട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ് പോവുകയും വരും. പിന്നെ കൂടുതലും ഉമ്മയും അനിയനും ആയിട്ടാണ് കൂടുതൽ സഹകരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. അവർ രണ്ടുപേരും ഒരു കൂട്ടുകിളിയെ പോലെയാണ് നടക്കുന്നത്. പിന്നെ മാമിയുടെ 2 മക്കൾ അവിടെ വന്നാൽ എപ്പോഴും ഇവർ കളിയാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികളോട് കളിക്കും പോലെയാണ് കളിക്കുന്നത്. പാവമാണ്. പക്ഷേ ഇവൻ ഇങ്ങനെ എന്തിനു ചെയ്തതെന്നിട്ട് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു കൊച്ചാവരുത് എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ അടുത്ത നാളെ എന്നെ ചെല്ലാൻ പറഞ്ഞെന്നെ നോമ്പ് തുടങ്ങാറായി. അപ്പോൾ അവിടെ ചുറ്റുപാട് വൃത്തിയാക്കാൻ എന്നെ നാളെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുധനാഴ്ച പറ്റൂല, ഞാൻ വ്യാഴാഴ്ച ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ കാപ്പി വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ കൂടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച വരാൻ ക്ഷമി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. വൈകിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോൾ അവൾക്കൊന്നും പറ്റരുത് എന്ന് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ എല്ലാ വീട്ടിലും പോകണമെങ്കിൽ എല്ലാവരും എന്നോട് സ്നേഹമാണ്. അതിനേക്കാൾ ഉപരി എന്നോട് സ്നേഹമാണ് അവൾ. എനിക്ക് എന്താ പറയാ, പാവ അവളിങ്ങനെയൊന്നും അവനും ചെയ്യണ്ടായിരുന്നെന്ന് ഇപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ഇവര് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത അതറിഞ്ഞൂടാ. അവൾക്ക് അറിഞ്ഞൂടാ, കേട്ടിട്ടില്ല. 23 വയസ്സുള്ള ഒരു പയ്യൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഇത്രയും ആളുകളൊക്കെ കൊലപാതകം ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അത് പക്ഷേ അങ്ങനെയും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അവൻ അങ്ങനെയുള്ളൊരു പയ്യനല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. എന്നുവെച്ചാൽ പക്വതയായിട്ട് നടക്കുന്നു, എല്ലാവരുടെയും സഹകരണമുണ്ട്, നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും എനിക്ക് അവനാണ് കൈനീട്ടം കാശ് തരുന്നത്. പെട്ടെന്ന് വന്നിട്ട് പറയാം, അപ്പം ഞാൻ പറയാം അടുത്ത വർഷം നീ ഇതുപോലെ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണമെന്ന് ചിരിച്ചുകൊണ്ടേ തരും ആൾ. അപ്പം അങ്ങനെയുള്ളൊരു ചെറുക്കൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഉള്ളത് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ എന്തോ പറയാം, അവൻ ഒരു പ്രത്യേക നല്ലൊരു പയ്യനായിരുന്നു. ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ കടമുണ്ട്, ഇച്ചിരി കടമുണ്ടെന്ന് തള്ള പറയുമായിരുന്നു. കടമുണ്ട്, എനിക്ക് ഇച്ചിരി പൈസ ആവശ്യമുണ്ട് അങ്ങനെ പറയണല്ല, വേറെ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതും പറയത്തില്ല, ഒന്നും പറയില്ല. ഞാൻ കേൾക്കും നിൻ്റെ ഇക്ക വരണില്ലേ കേൾക്കുമ്പം പറയും ഇപ്പം വരണില്ല പിന്നെ വരുള്ളൂ എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ പറയുമ്പോൾ ഞാൻ പറയും എന്നെങ്കിലും വരുമ്പോൾ അമ്മക്ക് കാണാൻ ഈ വീട് പാല് കാച്ചിനാണ് അതിൻ്റെ ഭർത്താവ് വന്നിട്ട് പോയത്, പിന്നെ വന്നിട്ടില്ല.
അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നിട്ട് അമ്മക്ക് തന്നെ അറിഞ്ഞില്ല. പക്ഷേ അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു പയ്യനേ അല്ല. പക്ഷെ എന്താണെന്നുള്ളത് അവന് മാത്രമല്ലേ അറിയാവൂ, ദൈവത്തിന് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താ പറയുക, എൻ്റെ മക്കളെക്കാളും എനിക്ക് സ്നേഹം ആ പിള്ളേരുടെയൊക്കെ ആയിരുന്നു. എപ്പോഴും കയറി പോകുന്നു. ഇന്നലെ രാവിലെയും കൂടി കണ്ടതാണ് ഞാൻ. എന്നിട്ട് വണ്ടി പോയപ്പോൾ കീ നാക്കിയിട്ട് പോയത്. വൈകുന്നേരം ഇങ്ങനെ അറിയുമ്പോൾ രാവിലെ ഒരു 8:30 മണിയാവും. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബൈക്കിൽ പോവായിരുന്നു. പോയിട്ടാണ് കീ നാക്കി. അപ്പോൾ തള്ളേരോട് സംസാരിച്ചുകൊണ്ടെന്ന് വരിയില്ലേ മാമി എന്നിട്ട് ഓന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ അവൻ എന്താണെന്നിട്ട് അറിയത്തില്ല.